ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയൽ ഇനിയും വരാൻ പോകുന്ന ആഴ്ചയിലെ ഒരു പ്രമേയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ദേവിയാണെങ്കിൽ രാത്രി ഉറക്കമൊന്നുമില്ലാതെ ഇങ്ങനെ ആ 2000 രൂപ പോയതിനെ കുറിച്ച് ഭയങ്കര ആലോചനയും കാര്യങ്ങളൊക്കെ ആട്ടോ. 2000 രൂപ പോയത് എവിടെ പോയി, ആര് കൊണ്ടുപോയി എന്നൊക്കെ അവൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവരുടെ അച്ഛനെ എടുത്തേന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണവും നേരത്തിന് ചൊവ്വയും കഴിക്കുന്നില്ല. 2000 രൂപയുടെ കുറവ്. എന്നാലും ആ പൈസ എവിടെ പോയി? കസ്റ്റമേഴ്സ് വന്നപ്പോൾ കറക്റ്റായിട്ടാണ് പൈസ എണ്ണി അത് മേശയിലുള്ളിലിട്ടത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പൈസ എങ്ങനെ പോയി എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവി. പക്ഷേ ദേവി ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല കേട്ടോ. അതിന് ശേഷം രാത്രി കിടന്നുറങ്ങുന്നില്ല. രാവിലെ ആകുമ്പോഴേക്കും ബാലൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും കാണുന്നത് കാഴ്ച. രാവിലെ തന്നെ എഴുന്നേറ്റ് ദേവിയാണെങ്കിൽ ഇവിടെയും കസേരയിലേക്ക് മാറി ഇങ്ങനെ ഇരുന്ന് തല ഇങ്ങനെ ആകെ പിടിപ്പിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല 2000 രൂപ എവിടെ പോയി? കണക്ക് ശരിയാവുന്നില്ല. അപ്പം ബാലൻ ചോദിക്കുന്നു, മോളെ നീ ഇന്നലെ ആ രാത്രി ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതല്ല ബാലച്ച, എന്നാലും ആ 2000 രൂപ 1-2 രൂപയല്ലല്ലോ, 2000 രൂപ കുറഞ്ഞില്ലേ? അതെങ്ങനെ എവിടെ എങ്ങോട്ട് പോയി? അതങ്ങനെ കുറഞ്ഞു എന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മോളെ. അതിന് വിട്ടുകളാ. അല്ല ബാലച്ച, എന്നാലും അതൊരു മോശമല്ലേ? എന്നിപ്പോൾ 2000 രൂപ കുറഞ്ഞു. നാളെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അതിൽ കൂടുതൽ കുറഞ്ഞാലും അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറ്റൂ. അതെങ്ങനെ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലൻ, മോളെ പേടിക്കണ്ട, നമുക്ക് ആലോചിക്കാം, ആരോ എങ്ങനെയോ പോയെന്ന് അന്വേഷിക്കാം എന്നൊക്കെ ബാലനും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ സുകന്യ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. വില കൂടിയ ഒരു വാച്ച് കൊണ്ടുവരാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുകന്യ കാത്തിരിക്കുക. ധർമ്മൻ ആ വാച്ച് കൊണ്ട്, വില കൂടിയ വാച്ചും തന്നെയാണ് ധർമ്മം കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ സുകന്യ റൂമിൽ നിൽക്കുന്ന സമയത്ത് ധർമ്മം വരുന്നുണ്ട്. സുകന്യ ചോദിക്കുന്നുണ്ട്, അല്ല ധർമ്മേട്ടാ, എന്താ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? വില കൂടിയ വാച്ച് തന്നെയാണല്ലോ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്? അതേ സുകന്യം, എനിക്ക് പറ്റുന്ന പോലത്തെ ഏറ്റവും വലിയ കൂടിയ വാച്ച് തന്നെയാണ് നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. മീനാക്ഷി പോലും ഇത്ര വലിയ വാച്ച് കിട്ടിയിട്ടില്ല. ഇത്ര വില വാച്ചിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ പൊതിയയിലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേഗം തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് നമ്മുടെ സുകന്യ എവിടെ നോക്കട്ടെ, വാച്ച് നോക്കട്ടെ, അയച്ചു നോക്കുകയാണ്. നോക്കുമ്പോഴേക്കും അടിപൊളി വാച്ചാണ് കേട്ടോ. സ്റ്റോണൊക്കെ വെച്ച വർക്ക് ചെയ്ത ഒരു നല്ല അടിപൊളി വാച്ച്. ധർമ്മേട്ട, ഇത് സൂപ്പറായിട്ടുണ്ട്. എങ്ങനെ പോയാലും 10,000 രൂപയെങ്കിലും അതിന് വില വരും അല്ലേ? കുറേയൊക്കെ നീ പറഞ്ഞത് ശരിയാണ് സുകന്യ, നിനക്ക് വിലയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാലോ. അല്ല പിന്നെ എനിക്കറിയാം എന്ന് പറയുകയാണ്. നമ്മുടെ ധർമ്മൻ ഇങ്ങനെ ഉള്ളി വെച്ചിരിക്കുന്ന ഈ ഫുഡ് ബാത്തിൽ നിന്ന് മേടിച്ച വാച്ചാണ്. ഒരു 1500 രൂപയുടെ വാച്ചാട്ടോ വാങ്ങിച്ചേക്കണേ. എന്തെങ്കിലും ആവട്ടെ എന്ന് ധർമ്മം വിചാരിക്കാം. 10,000 രൂപയായോ? അടുത്ത് തന്നെ 10-30,000 രൂപ ഏകദേശമായി. നിനക്ക് വാച്ച് ഇഷ്ടമായി. ഇതിട്ടുകൊണ്ട് എനിക്ക് ഞായറാഴ്ച കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോവാൻ ഷൈൻ ചെയ്യണം. അത് നീ എന്തെങ്കിലും ചെയ്തോ. എന്തായാലും ഞാൻ വാച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്കട്ടെ. ആ മീനാക്ഷിക്ക് പ്രത്യേകം കാണിച്ചു വെക്കണം. അവളുടെ കയ്യിലൊരു വാച്ച് ഉണ്ടല്ലോ, ആ വാച്ച് അവൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിട്ട് ഒരു ഷൈൻ കാണിക്കലുണ്ട്. അതുപോലെ ഞാനിന്ന് ഷൈൻ കാണിക്കട്ടെ. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, മീനാക്ഷിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന്? ധർമ്മേട്ടനാണോ പെണ്ണുങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ഞാനിത് ചേച്ചിയെയും ചേട്ടനെയും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ ഓടി അടുക്കളയിലേക്ക് പോവാട്ടോ. ആ ചേച്ചി, എന്താ സുകന്യ, ആ വാച്ച് കണ്ടില്ലേ? ധർമ്മേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. ആഹാ, കൊള്ളാലോ, ഇത് ഒത്തിരി വിലയുടെ വാച്ചായിട്ടുണ്ടല്ലോ. ആ അതെ, നല്ല വിലയുടെ വാച്ചാ.
തന്നെയാണ് ധർമ്മേട്ടൻ എനിക്ക് വാങ്ങി തന്നിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ഞായറാഴ്ച, അപ്പോൾ വാച്ച് വേണമെന്ന് ധർമ്മേട്ടനോട് ഞാൻ പറഞ്ഞത്. ധർമ്മേട്ടൻ വാങ്ങിച്ചത് കൊള്ളാം. അവൻ എന്തായാലും വാച്ചൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാലോ. നന്നായിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇവിടെ ബാലൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. വാച്ചോ, പുതിയ വാച്ചോ, എന്തെങ്കിലും ആലോചിക്കുകയാണ്. ബാലൻ അങ്ങനെ പുറത്തേക്ക്, സുഖിൻ്റെ പുറത്തേക്ക് വരുമ്പോഴേക്കും ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ വാച്ച് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതോ ബാലേട്ടാ, എനിക്ക് ധർമ്മൻ്റെ ഏട്ടൻ നല്ല അടിപൊളി വാച്ച് വാങ്ങിച്ചു തന്നു. എനിക്ക് ഞായറാഴ്ച എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്, അപ്പോൾ വില കൂടിയ ഒരു വാച്ച് എനിക്ക് വേണമെന്ന് ഞാൻ ധർമ്മേട്ടനോട് പറഞ്ഞിരുന്നു. ധർമ്മേട്ടൻ എനിക്കിപ്പോൾ വില കൂടിയ വാച്ച് വാങ്ങി തന്നിരിക്കും, അതേ നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാലൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. കൊള്ളാലോ, ഇത് നല്ല വിലയുള്ള വാച്ചാണെന്ന് തോന്നുന്നല്ലോ. അതെ എന്ന് പറയുകയാണ്. 10-30,000 രൂപ. അതെ വാച്ച്. അപ്പോൾ ധർമ്മനോട് ബാലൻ ചോദിക്കുന്നുണ്ട്, എടാ ധർമ്മ, ഇത് വാച്ച് വാങ്ങാൻ. അപ്പോൾ ആ സമയത്ത് സുഖിനെ അവിടെ നിൽക്കുന്നു കേട്ടോ. ബാലൻ്റെ മുമ്പിൽ കള്ളം പറയാൻ ധർമ്മന് അതും ഒരു മടി. സുഖിനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അളിയാ എന്ന് പറയാണ്. വാച്ച് വില കൂടിയ വാച്ചാന്നൊക്കെ പറയാണ്. അല്ല, ഈ വാച്ച് മേടിക്കാൻ പൈസ നിനക്ക് എവിടുന്നാ കിട്ടിയതെന്ന് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ധർമ്മം ബാലൻ്റെ മുഖത്ത് നോക്കുക കേട്ടോ. സുകന്യ അവിടെ നിൽക്കുന്നതുകൊണ്ട് പറയാനും പറ്റില്ല, വില കുറഞ്ഞ വാച്ചാന്ന് പറയാനും പറ്റണില്ലല്ലോ. ഇത് 10-30,000 രൂപയുടെ വാച്ചാന്ന് സുകന്യ പറയുകയും ചെയ്തു. കണ്ടാലും ഒരു 10-30,000 രൂപയുടെ വില മതിക്കുന്ന ഒരു വാച്ചാണ് താനും. ധർമ്മം കൊള്ളാം, ഒരു ധർമ്മം എന്താ രൂപ. അപ്പം വേഗം സുകന്യ പറയാണ്, കൊള്ളാലോ, ആ ഒരു ധർമ്മേട്ടന് എന്താ 1 രൂപ വരെ എടുക്കാൻ ഉണ്ടാവില്ല എന്നാണ് ബാലേട്ടൻ്റെ വിചാരം. എൻ്റെ ധർമ്മേട്ടൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് എന്ന് പറയണം. അതാ ചോദിച്ചത്, ആ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന്. അല്ല, ഇന്നലെ കടയിൽ നിന്ന് ഒരു പൈസ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എങ്ങാനും എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ബാലൻ ചോദിക്കാട്ടോ. അത് ചോദിച്ചത് വെറുതെ ചുമ്മാ തമാശയായിട്ട് അങ്ങ് ചോദിച്ചത്. ഇനി അവനെ എടുത്തിട്ടുണ്ടോ, അങ്ങനെ സാധനം മേടിച്ചതാണോ എന്ന രീതിയിലുള്ള ചോദിച്ചത്. പക്ഷെ ധർമ്മന് അത് വല്ലാത്ത ഫീലായി കേട്ടോ. ഫീലാവാണ്. മോഷ്ടിച്ച് എന്ന രീതിയിൽ ചോദിച്ച പോലെ ധർമ്മന് തോന്നുക. ധർമ്മം പറയുന്നുണ്ട്, അളിയൻ എന്താ പറഞ്ഞു വരുന്നത്? കടയിൽ നിന്ന് കാണാതെ പോയ പൈസ ഞാൻ എടുത്തോ? ആ പൈസയ്ക്ക് വാച്ച് വാങ്ങി എന്നാണ് വിചാരിക്കുന്നത്? അയ്യോ ധർമ്മ, ഞാൻ അങ്ങനെയല്ലാടാ ഉദ്ദേശിച്ചത്. അല്ലാടാ, നീ ഇങ്ങനെ വാച്ച് മേടിക്കാൻ പൈസ എന്തെങ്കിലും കുറവ് തോന്നിയപ്പോൾ കടയിൽ നിന്ന് എടുത്തോ എന്ന് ഉദ്ദേശിച്ചോളൂ. അല്ലാതെ അത് മോഷ്ടിച്ച് അങ്ങനെയൊന്നുമില്ലടാ. അത് നിൻ്റെ കട, എൻ്റെ കട അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. വേണ്ട അളിയ, എനിക്ക് മനസ്സിലായി. ഞാൻ ആ പണം മോഷ്ടിച്ചു എന്നതായിരിക്കും അളിയൻ വിചാരിക്കുന്നതല്ലേ. 1 രൂപ പോലും ആരുടെയും ആഗ്രഹിക്കാതെ എടുക്കാറില്ല അളിയൻ ഞാൻ എന്ന് ധർമ്മം പറയുകയാണ്. അപ്പം തന്നെ അതിൽ കയറി പിടിക്കാട്ടോ നമ്മുടെ സുകന്യ. അതെ മോശമായിപ്പോയി അലേട്ടാ, ഇത് വളരെ മോശമായിപ്പോയി. എൻ്റെ ധർമ്മൻ്റെ ഏട്ടൻ പണം എടുത്തെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, ഇന്നലെ മുതൽ ദേവി പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് ഞാൻ രണ്ടും കാണാലോ. ഞാൻ കാണുന്നും കേൾക്കുന്നുമുണ്ട്. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവിടെയുള്ള എല്ലാവർക്കും സംശയം എൻ്റെ ധർമ്മേട്ടനെയാണെന്ന്. കണ്ടില്ലേ ധർമ്മേട്ട, ഇവിടുന്ന് ഒരു മൂട്ടുസൂചി കാണാതെ പോയാൽ പോലും ധർമ്മേട്ടനെയാണ് ഇവിടെ സംശയിക്കുന്നതെന്ന് പറയാണ് നമ്മൾ. സുകന്യ എഴുതിയിൽ എണ്ണ ഒഴിച്ചിടുക കേട്ടോ. കടയിൽ ധർമ്മേട്ടൻ മാത്രമല്ലല്ലോ, ആകാശമുണ്ട്, പിന്നെ ഇടയ്ക്ക് ആര്യൻ വരുന്നുണ്ട്, പിന്നെ ദേവിയുണ്ട്, എല്ലാവരും ഇല്ലേ. പിന്നെ എൻ്റെ ധർമ്മേട്ടനെ മാത്രം എന്തിനാണ് സംശയിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയ്യോ സുകന്യ മോളെ ധരിച്ച് ചോദിച്ചേട്ടാ, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. വേണ്ട അളിയ, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ധർമ്മം വേഗം തന്നെ റൂമിലേക്ക് കയറുകയാണ്. പിന്നെ അവിടെ നിന്ന് സുകന്യ കുത്തി കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിൽക്കേണ്ടെന്ന്. കണ്ടില്ലേ, ഇനിയിപ്പോൾ 2,000 രൂപ പോയി, നാളെ ഇപ്പോൾ 10,000 രൂപ നിങ്ങളുടെ തലയിലിടും. ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിൽക്കേണ്ടെന്ന്. നമുക്ക് വിലയുമില്ല, ഈ വീട്ടിൽ സ്വന്തം മക്കളാണ്, സംശയിക്കുന്നുമില്ല. അളിയനായിട്ട് നിങ്ങളെയാണ് സംശയിച്ചത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്രയും മാത്രം ഒരു സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ല, എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്.
എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വയ്യ, ഒരു കള്ളൻ്റെ ഭാര്യ എന്ന പേര് കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് പറയാണ്. സുകന്യ, നീ പറഞ്ഞത് ശരിയാ സുകന്യ, നമുക്ക് ഇവിടുന്ന് നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസമില്ലാത്ത വീട്ടിൽ, നമുക്ക് വിലയില്ലാത്ത വീട്ടിൽ നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? വാ സുകന്യ, നമുക്ക് പോകാണോ? കാര്യത്തിലാണ് പറയുന്നത്. അതെ, കാര്യത്തിൽ തന്നെ. നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുക്കുക. വാ, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം എന്ന് പറയാണ് നമ്മുടെ ധർമ്മൻ. പെട്ടിയും കിടക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. പെട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുക, നിങ്ങൾ ഇത് എവിടേക്ക് പോവാ? ധർമ്മം പറയുന്നുണ്ട്, ഞാൻ പോവാ ഇവിടേക്കെങ്കിലും. അല്ല, എന്നെ കള്ളനായിട്ട് മുദ്ര കുത്തിയ വീട്ടിൽ എനിക്ക് നിൽക്കാൻ വയ്യാളിയ. അപ്പോൾ ഗോമതി പറയാ, ധർമ്മ നീ ഒരു തമാശ കളിക്കില്ല കേട്ടോ. ബാലൻ പറയാണ്, അതെ ഗോമതി, അവൻ ചുമ്മാ തമാശ കളിക്കുക. പിന്നെ നമ്മളെയൊക്കെ വിട്ടിട്ട് അവൻ പോകുന്നു പോലും ഞാൻ ഒരു ദിവസം അടിച്ചിറക്കി വിട്ടുപോലും പോകാത്തവനായി ഇവൻ. ഇവൻ പോകണമെന്നില്ല, തമാശ കാണിക്കട്ടോ. ധർമ്മ ഭാഗമൊക്കെ എടുത്ത് അകത്ത് പോയി വെക്കാം. ഇല്ല ആളിയ, ഞാൻ പോവാ, നിങ്ങൾ കൈവിട്ട് എന്ന് പറഞ്ഞിട്ട് ധർമ്മ അവരുടെ കൈയൊക്കെ തട്ടി മാറ്റി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സുകന്യയും ധർമ്മൻ്റെ പുറകെ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സുകന്യയുടെ വിചാരം എന്താ, തൊട്ടടുത്ത കൃഷ്ണമംഗലത്തേക്ക് പോയി നിൽക്കാം എന്നാണ്. പക്ഷേ കൃഷ്ണമംഗലത്ത് പോയി നിൽക്കാനൊന്നും അല്ല കേട്ടോ നമ്മൾ ധർമ്മം പോകുന്നത്. ധർമ്മനാണെങ്കിൽ അവിടെ നിന്നൊരു ഹോസ്റ്റലിൽ, സാധാരണ ഒരു ചെറിയൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കാനാണ് ഉദ്ദേശം. അപ്പോൾ ധർമ്മം പോകുമ്പോൾ പറയാണ്, ഗോമതി പറയണ്ട്, ധർമ്മ തമാശ കളിക്കരുത്, ബാലേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്കാണ് ധർമ്മം പോകുന്നത്. പക്ഷെ നമ്മുടെ ദേവിക്ക് കാര്യം മനസ്സിലായിട്ടോ. അതായത് ധർമ്മനല്ല എടുത്തേക്കുന്നത്, ദേവി ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ശരിക്കും കടയിൽ ആ ദിവസം ആരെങ്കിലും വന്നിരുന്നോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അച്ഛൻ ഉദയഭാനുവാണ് എല്ലാത്തിനും കാരണം എന്ന്. പക്ഷേ പറയാൻ പറ്റുമോ തൻ്റെ അച്ഛൻ വന്നിരുന്നു, 2000 രൂപ എടുത്തിരുന്നു എന്ന്? കോടീശ്വരൻ അയാൾക്ക് 2000 എടുത്തെന്ന് പറയാൻ മോശമല്ലേ? പറഞ്ഞാൽ നാണക്കേടല്ലേ? അത് ധർമ്മനെ രക്ഷിക്കാൻ വേണം എന്ന ഉദയഭാനുവാണ് പറയാനും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ആനന്ദ്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ദേവി നീ മര്യാദയ്ക്ക് പറഞ്ഞു, നിൻ്റെ അച്ഛനാണ് 2000 രൂപ എടുത്തതെന്ന്. അല്ലെങ്കിൽ വെറുതെ എൻ്റെ മാമനെ ഒരു കള്ളനാക്കി പറഞ്ഞയച്ചാൽ നിന്നെ ഞാൻ അടുത്ത സെക്കൻഡിൽ കൂടെ ഒരു കള്ളിയാക്കും, പറഞ്ഞേക്കും. എല്ലാവരുടെയും മുമ്പിൽ സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അതുകൊണ്ട് എല്ലാം നീ തുറന്നു എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി അങ്ങനെ പേടിച്ച് നമ്മുടെ ബാലനോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ എടുത്തു എന്നല്ല, അച്ഛൻ ഇങ്ങനെ ചേഞ്ച് ഇല്ലായിട്ട് പൈസ എടുത്തു എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രശ്നങ്ങൾ തീർക്കുന്നത്. 2000 രൂപയുടെ ചേഞ്ച് എടുക്കുക എന്നാണ് അവരും പറഞ്ഞത്. അങ്ങനെ ഓരോന്നും പറഞ്ഞ ബാലന് മനസ്സിലായി. എന്തായാലും ധർമ്മനും സുകന്യയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പോകുന്ന ഭാഗം തന്നെയാണ് ഇനി അടുത്ത ആഴ്ച വരുന്ന ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗം. ദേവഭാനുവാണ് ഇതെല്ലാം ചെയ്തത് ബാലനോട് നമ്മുടെ ദേവി തന്നെ പറയും. പക്ഷേ കള്ളത്തരം കാണിച്ചു എന്നല്ല, അപ്പോഴും ചേഞ്ച് ഇല്ലായിരുന്നു. അച്ഛൻ അത്യാവശ്യമായി എടുത്ത എന്നോട് പറഞ്ഞു ഇല്ല, അങ്ങനത്തെ ഒക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ദേവി ആ സമയത്ത് ഒക്കെ പറയണട്ടോ. അടിച്ചു ഒതുക്കി കഥ ഉണ്ടാക്കി പറയുക. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അച്ഛൻ എടുത്തു എന്ന് പറയില്ല, അച്ഛൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുമെന്ന് എന്നോട് പറഞ്ഞു, എത്ര എടുത്തേന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെയാണ് നമ്മുടെ ദേവി ഉണ്ടാക്കി പറയുകയാണ് നമ്മുടെ ബാലനോട്. ഇനിയും വരുന്ന ആഴ്ചകളിൽ ഇതൊക്കെയാണ് കാണാൻ നമ്മൾ പോകുന്നത്. അങ്ങനെ ധർമ്മനും സുകന്യയും വേറെ ഇറങ്ങി പോകുന്ന ഭാഗങ്ങളാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.